i20 വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ ഒരിക്കലെങ്കിലും ഈ കാര്യങ്ങൾ കേട്ടിരിക്കണം. കാരണം ഇതൊരു മോശം കാറല്ല, പക്ഷേ എല്ലാവർക്കും ചേരുന്ന കാർ കൂടിയല്ല. ആദ്യം മൈലേജ് തന്നെ പറയാം. i20യുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇതാണെന്ന് പല ഉടമകളും പറയുന്നു. സിറ്റിയിൽ ഓടിക്കുമ്പോൾ മൈലേജ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറവായിരിക്കും. ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ 11 മുതൽ 13 വരെ മാത്രമാണ് പലർക്കും കിട്ടുന്നത്. എസി ഓണാക്കി ചെറിയ ദൂരങ്ങൾ ഓടിച്ചാൽ ഇന്ധന ചെലവ് നന്നായി ഉയരും. മൈലേജ് പ്രാധാന്യമുള്ളവർക്ക് ഇത് വലിയ മൈനസാണ്. ഇനി എഞ്ചിൻ പവർ അനുഭവം. പേപ്പറിൽ നോക്കിയാൽ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ നല്ലതായി തോന്നും, പക്ഷേ റിയൽ ലൈഫിൽ ലോ സ്പീഡിൽ കാറിന് അത്ര പിക്ക് അപ്പ് ഫീൽ കിട്ടില്ല. പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യേണ്ടി വന്നാൽ കാറ് ചിന്തിക്കുന്നത് പോലെ ഉടനെ പ്രതികരിക്കില്ല. ഡ്രൈവർക്ക് കൂടുതൽ ആക്സിലറേറ്റർ അമർത്തേണ്ടി വരും. ഡ്രൈവിംഗിൽ ത്രിൽ അന്വേഷിക്കുന്നവർക്ക് ഇത് നിരാശ നൽകും. ഗ്രൗണ്ട് ക്ലിയറൻസ് മറ്റൊരു വലിയ പ്രശ്നമാണ്. ഇന്ത്യൻ റോഡുകളിൽ ഉയരം കൂടിയ സ്പീഡ് ബ്രേക്കറുകൾ വളരെയുണ്ട്. i20 ഫുൾ ലോഡായാൽ അടിയിൽ തട്ടാനുള്ള സാധ്യത നന്നായി ഉണ്ട്. ഗ്രാമ റോഡുകളിലോ മോശം റോഡുകളിലോ ഓടിക്കുമ്പോൾ ഡ്രൈവർ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണം. ഇത് മാനസിക സമ്മർദ്ദമുണ്ടാക്കും. സസ്പെൻഷൻ കാര്യം പറയാം. നോർമൽ റോഡുകളിൽ റൈഡ് കംഫർട്ട് ശരിയാണെങ്കിലും വലിയ കുഴികളിൽ കാർ അടിച്ചാൽ ഷോക്ക് കാബിനിൽ വ്യക്തമായി അനുഭവപ്പെടും. പിന്നിലെ യാത്രക്കാർക്ക് ലോങ് ഡ്രൈവിൽ ഇത് അസ്വസ്ഥത ഉണ്ടാക്കും. മൃദുവായ സസ്പെൻഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് ഇത് മൈനസ് ആയിരിക്കും. പിന്നിലെ സീറ്റ് കംഫർട്ട് മറ്റൊരു നെഗറ്റീവാണ്. 2 പേർക്ക് പിന്നിൽ ഇരിക്കാൻ പ്രശ്നമില്ല, പക്ഷേ 3 പേർ ഇരുന്നാൽ ലോങ് ജേർണിയിൽ വളരെ ബുദ്ധിമുട്ട് തോന്നും. കാലുകൾ വെക്കാനുള്ള സ്ഥലം പരിമിതമാണ്. കുടുംബത്തിൽ സ്ഥിരമായി 5 പേർ യാത്ര ചെയ്യുന്നവർ ഇത് ഗൗരവമായി ചിന്തിക്കണം. ബൂട്ട് സ്പേസ് ശരാശരി മാത്രമാണ്. ദൈർഘ്യമേറിയ യാത്രകളിൽ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ സ്പേസ് കുറവായി തോന്നും. കുടുംബ ട്രിപ്പുകൾ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു പ്രശ്നമാകും. ഇനി മെയിന്റനൻസ് ചെലവ്. ഹുണ്ടായി സർവീസ് നല്ലതാണെങ്കിലും ചെലവ് കുറഞ്ഞതല്ല. ഓരോ സർവീസിനും പോക്കറ്റിൽ നിന്ന് നല്ല തുക പോകും. സ്പെയർ പാർട്സിന്റെ വിലയും കുറവല്ല. ലോ ബജറ്റ് മെയിന്റനൻസ് നോക്കുന്നവർക്ക് i20 അനുയോജ്യമല്ല. വിലയും ഒരു നെഗറ്റീവായി കണക്കാക്കാം. ഈ വില റേഞ്ചിൽ മാർക്കറ്റിൽ മറ്റു ഓപ്ഷനുകൾ ലഭ്യമാണ്. അതിനാൽ സ്റ്റൈലിനും ബ്രാൻഡിനും കൂടുതൽ വില കൊടുക്കാൻ തയ്യാറാണോ എന്ന് സ്വയം ചോദിക്കണം. ഇനി ലോവർ വേരിയന്റുകളുടെ കാര്യം. അവയിൽ ചില പ്രധാന ഫീച്ചറുകൾ കാണില്ല. സേഫ്റ്റി ഫീച്ചറുകൾ കുറവായിരിക്കും. കുറഞ്ഞ വിലയ്ക്ക് i20 വാങ്ങിയാൽ പിന്നീട് ഫീച്ചറുകളുടെ അഭാവം വളരെ ഫീൽ ചെയ്യും. ഓവറോൾ ആയി പറഞ്ഞാൽ i20 ഒരു സ്റ്റൈലിഷ് കാറാണ്, പക്ഷേ മൈലേജ്, ഗ്രൗണ്ട് ക്ലിയറൻസ്, മെയിന്റനൻസ് ചെലവ്, പിന്നിലെ കംഫർട്ട് ഇവ നിങ്ങൾക്ക് വളരെ പ്രധാനമാണെങ്കിൽ ഈ കാർ നിങ്ങളെ പൂർണ്ണമായി സന്തോഷിപ്പിക്കണമെന്നില്ല. വാങ്ങുന്നതിന് മുൻപ് ഈ നെഗറ്റീവുകൾ മനസ്സിലാക്കി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് സ്വയം തീരുമാനിക്കുക. അല്ലെങ്കിൽ പിന്നീട് റിഗ്രറ്റ് വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഏത് വണ്ടിയുടെ റിവ്യൂ വേണമെന്ന് പറയൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.